നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ. 6 മണി കഴിഞ്ഞു. പക്ഷേ ഇവിടെ ഗ്രാമത്തിലെല്ലാവരും നേരത്തെ എഴുന്നേറ്റിട്ടുണ്ട്. 4 മണിക്ക് തന്നെ ഇവരെല്ലാവരും എഴുന്നേക്കും. എത്ര കുട്ടികളാണെങ്കിലും എത്ര പ്രായമുള്ള ആൾക്കാരോ വയസ്സായ ആൾക്കാരാണെങ്കിൽ പോലും എവിടെയും ജോലിക്ക് പോകണ്ടെങ്കിൽ പോലും അവർ മാക്സിമം ഒരു 5 മണിക്കുള്ളിൽ എല്ലാവരും എഴുന്നേറ്റിട്ടുണ്ടാവും. ഇവരുടെ അടുത്ത് നിന്ന് ഫോളോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന നല്ല ശീലങ്ങളിൽ ഒന്നാണ് കേട്ടോ ഈ നേരത്തെ കിടന്നിട്ട് നേരത്തെ എഴുന്നേക്കണം എന്നുള്ളത്. പക്ഷെ വർഷങ്ങളായിട്ട് ആഗ്രഹിക്കുന്നു, പക്ഷെ ഇന്ന് വരെ നടന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് കുത്താമ്പുള്ളിക്കാണ്. കുത്താമ്പുള്ളി നെയ്ത്ത് ഗ്രാമം. പോകുന്നത് എട്ടിമടയിൽ നിന്നാണ്. എട്ടിമടയിൽ നിന്ന് കുത്താമ്പുള്ളിക്ക് ഏകദേശം 75 കിലോമീറ്റർ ഉണ്ട്. അതുകൊണ്ടാണ് കുറച്ച് നേരത്തെ ഇറങ്ങിയത്, വെയിലിന് മുന്നേ അങ്ങ് എത്താലോ. വേലന്താവളം വഴിയുള്ള തമിഴ്നാട് ബോർഡർ കടന്നിട്ടാണ് നമ്മൾ പാലക്കാട് വഴി പോകുന്നത്. ശരിക്കും കുത്താമ്പുള്ളി എന്ന് പറയുന്നത് പാലക്കാട് ജില്ലയാണെന്നാണ് ഇത്രയും കാലം ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ പാലക്കാടൊക്കെ ഒരുപാട് കുത്താമ്പുള്ളി നെയ്ത്ത് കട എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി സാരികൾ, ഹാൻഡ്ലൂം സാരികൾ വാങ്ങിക്കാൻ കിട്ടും. നാട്ടിലൊക്കെ പോകുമ്പോൾ അമ്മയ്ക്കും ചേട്ടൻ്റെ അമ്മയ്ക്കും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കാറുണ്ട്. അപ്പോഴൊക്കെ ഇത് പാലക്കാട് ജില്ലയാണെന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അങ്ങനെയല്ല, ഇത് തൃശ്ശൂരാണ്, പാലക്കാടിൻ്റെ ബോർഡറാണ്. അതായത് ഭാരതപ്പുഴയുടെ തീരത്തുള്ള ഒരു മനോഹരമായ ഒരു ഗ്രാമം, അതാണ് കുത്താമ്പുള്ളി. കുത്താമ്പുള്ളിയെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട് പറയാൻ വേണ്ടിയിട്ട്. 500 വർഷം മുൻപ് അവർ കേരളത്തിലെത്തിയതും ഇന്ന് ഈ കൈത്തറി മേഖലയിൽ അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ, പിന്നെ അവരുടെ വ്യത്യസ്തമായ ജീവിത രീതി, ആചാരങ്ങൾ, അങ്ങനെ കുറേ സംഭവങ്ങൾ. പിന്നെ അവിടെ കിട്ടുന്ന തുണികളെ പറ്റിയിട്ടും അതിൻ്റെ ക്വാളിറ്റിയെ പറ്റിയും ഡിസൈൻസിനെ പറ്റിയും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറയണ്ടേ. അപ്പോൾ ഇതെല്ലാം കൂടി ചെയ്യുമ്പോഴത്തേക്കും വീഡിയോ ഒത്തിരി ലെങ്ത് പോവും. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ 2 പാർട്ടായിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ഇത് ഫസ്റ്റ് പാർട്ട്. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് നാളെ തന്നെ വൈകുന്നേരം 7 മണിക്ക് അപ്ലോഡ് ചെയ്യും. അപ്പോൾ അതും മറക്കാണ്ട് കാണണം കേട്ടോ. ഒരുപാട് തുണിക്കടകൾ ഇവിടെ ഉണ്ട് കേട്ടോ. അതിൻ്റെ പരസ്യമാണ് ഇപ്പം നമ്മൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് റോഡിൻ്റെ 2 സൈഡിലും കാണുന്നത്. ഗ്രാമത്തിൻ്റെ ഉള്ളിൽ കൂടെ കയറിയിട്ട് നമ്മളിപ്പം ഭാരതപ്പുഴ തീരത്തെത്തിയിട്ടുണ്ട്. ഇവിടുന്ന് തുടങ്ങാമെന്ന് വെച്ചു. ഈ പുഴയുടെ അക്കരെ പാലക്കാട് ജില്ലയും ഇക്കരെ നമ്മൾ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയുമാണ്. ഇവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ മലയാളികളുടേതിനേക്കാളും കുറച്ച് വ്യത്യസ്തമാണ്. ഏകദേശം 500 വർഷം മുൻപ് അന്ന് നാട് ഭരിച്ചിരുന്ന കൊച്ചി രാജവംശത്തിന് വേണ്ടിയിട്ട് കസവും മുണ്ടും വേഷ്ടിയും ഒക്കെ നെയ്ത് കൊടുക്കാൻ വേണ്ടി ശക്തൻ തമ്പുരാന്റെ കാലത്ത് കർണാടകത്തിലെ ഹംപിന്ന് ഇങ്ങോട്ടേക്ക് വന്ന പരമ്പരാഗത നെയ്ത്തുകാരുടെ പിൻതലമുറക്കാരാണ് ഇന്ന് കുത്താമ്പുള്ളിയിലുള്ള കുടുംബങ്ങൾ. ദേവാംഗ സമുദായത്തിൽപ്പെട്ട ആൾക്കാരാണ് കേട്ടോ ഇവര്. അതേപോലെ തന്നെ കല്യാണവും അതേ സമുദായത്തിൽ നിന്ന് മാത്രമേ ഇവർ കഴിക്കാറുള്ളൂ. പിന്നെ ഈ ഗ്രാമത്തിൽ തന്നെ ഒരു കല്യാണ മണ്ഡപമുണ്ട്. ഇതാണ് കേട്ടോ കല്യാണ മണ്ഡപം. ഇവിടെയാണ് ഇവിടുത്തെ എല്ലാ കല്യാണങ്ങളും നടക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു ഗണപതി ക്ഷേത്രമുണ്ട്. ഭാരതപ്പുഴയോട് ചേർന്ന് അതിൻ്റെ തീരത്താണ് ഗണപതി ക്ഷേത്രം ഉള്ളത്. അപ്പോൾ കല്യാണത്തിൻ്റെ അന്ന് രാവിലെ വരൻ ഇവിടെ വന്നിരിക്കും. വധുവിൻ്റെ ആൾക്കാർ വന്ന് ഗണപതിക്ക് മാലയിട്ട് വരനും മാലയിട്ട് അനുഗ്രഹം വാങ്ങിച്ചിട്ടാണ് വരനെയും കൂട്ടിയിട്ട് കല്യാണ മണ്ഡപത്തിലേക്ക് പോകുന്നത്. കല്യാണത്തിന് ശേഷം അന്ന് വൈകുന്നേരത്തിനുള്ളിൽ ഭാര്യയും ഭർത്താവും കൂടി വീണ്ടും ഈ ഗണപതി ക്ഷേത്രത്തിൽ വന്നിട്ട് ഗണപതിയുടെ അനുഗ്രഹം വാങ്ങിച്ചിട്ടാണ് അവർ ജീവിതം തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് അവരുടെ ഒരു ആചാരമാണ്. എല്ലാ കല്യാണങ്ങളും കുത്താമ്പുള്ളിയിൽ നടക്കുന്ന ദേവാംഗ സമുദായത്തിൻ്റെ എല്ലാ കല്യാണങ്ങളും ഇങ്ങനെയാണ് നടക്കുന്നത്. ഗണപതി ക്ഷേത്രത്തിൻ്റെ മുൻവശമാണ് കേട്ടോ ഇത്. നല്ല തണുത്ത കാറ്റാണ് അപ്പോഴേ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഭാരതപ്പുഴയുടെ തീരത്ത് എന്ത് രസമല്ലേ ഇവിടെയൊക്കെ കാണാൻ. വൈകുന്നേരമൊക്കെ വന്നിരിക്കാൻ നല്ല രസമായിരിക്കും. പുഴയിലേക്ക് ഇറങ്ങിപ്പോകാൻ വേണ്ടിയിട്ട് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വേറെ വേറെ കൽപ്പടവകളും ഇവിടെ കെട്ടിയിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ കാവൽ ദൈവം ഭൈരവൻ. ഇവരുടെ കുലദൈവം എന്ന് പറയുന്നത് മൈസൂർ ചാമുണ്ടി. ഈ കാണുന്ന 2 അമ്പലവും മൈസൂർ ചാമുണ്ടിയുടെ അമ്പലം തന്നെയാണ്. ഇടയ്ക്ക് സമുദായത്തിൽ എപ്പോഴും ഒരു ഭിന്നതയൊക്കെ വന്ന സമയത്ത് സമുദായം 2ആയി പിരിഞ്ഞപ്പോൾ ഉണ്ടായതാണ് ഈ 2 അമ്പലവും.
രണ്ട് വിഭാഗത്തിലുള്ള ആൾക്കാർ അവരവരുടെ അമ്പലത്തിൽ പോവുകയും വർഷം തോറും ദേശപ്പിരിവ് അമ്പലത്തിലേക്ക് കൊടുക്കുകയും ചെയ്യാറുണ്ട്. പിന്നെ എല്ലാ മലയാളികളെയും പോലെ ഓണം, വിഷു ഇതൊന്നും ഇവിടെ ആഘോഷിക്കാറില്ല. ഇവരുടെ ഉത്സവം എന്ന് പറയുന്നത് ഈ അമ്പലത്തിൻ്റെ ഉത്സവമാണ്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ആഘോഷം. 500 വർഷം മുൻപ് കർണാടകത്തിൽ നിന്ന് വന്ന് ഇവിടെ സെറ്റിലായതാണെങ്കിലും ഇപ്പോഴും ഇവർക്കിടയിൽ ഇവർ സംസാരിക്കുന്ന ഭാഷ എന്ന് പറയുന്നത് കന്നഡ തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മളെപ്പോലെയുള്ള ആൾക്കാരൊക്കെ പുറത്തുനിന്ന് വന്നു കഴിയുമ്പോൾ നമ്മളോട് സംസാരിക്കുന്നത് മലയാളത്തിലാണെന്ന് മാത്രം. പുഴയുടെ തീരത്ത് തന്നെ ഒരു വീട് വിൽക്കാനിട്ടിരിക്കുന്നുണ്ട്. പഴയ മോഡലിലൊരു വീടാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഓടൊക്കെ വെച്ച പഴയ ഒരു തറവാട് പോലെയുണ്ട്. ഒരുപാട് പേര് ഇവിടുന്ന് പോയി കേട്ടോ. ഈ കുത്താമ്പുള്ളിയിലെ തലമുറക്കാർ തന്നെ ജീവിക്കാൻ പറ്റാണ്ട് കൈത്തറിന്ന് അത്രയുള്ള ഒരു വരുമാനം ഇല്ലാത്തതുകൊണ്ട് ഒരുപാട് പേര് ഇവിടുന്ന് പോയിട്ടുണ്ട്. ചിലപ്പം അങ്ങനെ അവർ വിൽക്കാനിട്ട വീടായിരിക്കും ഇത്, അറിയില്ല. ഇനി നമുക്ക് നെയ്ത്ത് കാണാൻ പോവാം. ഏകദേശം 50 വർഷത്തോളമായിട്ട് തുണി നെയ്യുന്ന രാജേന്ദ്രൻ ചേട്ടനെയാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ഇവിടെ താഴെ പുള്ളിയുടെ വീടും ഫാമിലിയൊക്കെ താഴെ ടെറസിൻ്റെ മുകളിലാണ് ചേട്ടൻ തറി സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ രണ്ട് കാലും രണ്ട് കൈയും കണ്ണും ഒരേപോലെ പ്രവർത്തിക്കണം ഈ ഒരു ജോലി ചെയ്യാൻ വേണ്ടിയിട്ട്. ഇടയ്ക്കിടെ പൊട്ടുന്നുണ്ടെന്നൊക്കെ ശ്രദ്ധിച്ച് നോക്കി വേണം ഇത് നെയ്തെടുക്കാൻ. തുണി നെയ്യാൻ വേണ്ടിയിട്ട് ഊടും പാവും വേണ്ടേ? ഊടുനൂലും പാവുനൂലും വേണം. പാവുനൂലാണ് നമ്മൾ തറയിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതാണ് ഊട്. ഇതിന് നല്ല ബലം കിട്ടാൻ വേണ്ടിയിട്ട് 2 ദിവസം കഞ്ഞിവെള്ളത്തിൽ ഇട്ടതിന് ശേഷമാണ് ഇപ്പം നെയ്യാൻ എടുത്തു വെച്ചിട്ടുള്ളത്. എന്നാൽ മാത്രമേ ഇത് പൊട്ടാതെ ഇരിക്കുള്ളൂ. ഇതാണ് ഷട്ടിൽ. ഇതിൻ്റെ അകത്തേക്ക് അത് വെച്ച് ടൈറ്റ് ആക്കിയതിന് ശേഷം ഇതിൽ ഫിക്സ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ആ പാവിൻ്റെ ഇടയിൽ കൂടെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയിട്ടാണ് തുണി നെയ്യുന്നത്. അപ്പോൾ അത്രയും ഫാസ്റ്റായിട്ട് ഓടുമ്പം അത് പൊട്ടിപ്പോവരുത്. അതിന് വേണ്ടിയിട്ടാണ് കഞ്ഞിവെള്ളത്തിലൊക്കെ ഇട്ട് നല്ല സ്ട്രോങ് ആക്കി വെച്ചിട്ടുള്ളത്. ഒരുപാട് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു ജോലിയാണ്. നമുക്ക് കാണുമ്പം തന്നെ മനസ്സിലാവും. ഈ ഒരു പ്ലെയിൻ സാരി നെയ്തെടുക്കാൻ തന്നെ 3 ദിവസം ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഹാൻഡെക്സും ഹാൻഡ് വീവും പോലുള്ള സ്ഥാപനങ്ങൾക്കാണ് ഇത് നെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നൂല് അവർ കൊടുക്കും. ഇവർ ചെയ്തു കൊടുക്കുക, ഇവരുടെ തറയിൽ നെയ്ത് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ്. അതിന് ഇവർക്ക് കിട്ടുന്നത് കൂലിയാണ്. ഒരു ദിവസത്തെ കൂലി 200 രൂപ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇന്നത്തെ കാലത്ത് 200 രൂപ വെച്ചിട്ട് ഒരു കുടുംബത്തിന് ജീവിക്കാൻ പറ്റുമോ? ഇപ്പം എങ്ങനെയെങ്കിലും തട്ടിമുട്ടി ജീവിക്കാമെന്ന് വെച്ചാൽ പോലും അത് കൃത്യമായിട്ട് ഇവർക്ക് കിട്ടാറുമില്ല. ആഴ്ചകളായിട്ട് ബില്ല് പെൻഡിങ് ആണ്. 5-6 ആഴ്ചയിലെ ബില്ല് ഒന്നിച്ച് കൊണ്ട് കൊടുക്കും. ഒരാഴ്ചത്തെ ബില്ല് ക്ലിയർ ചെയ്ത് വിടും. പിന്നെയും ബാക്കി പെൻഡിങ് ആണ്. അതാണ് ഇപ്പോൾ ആ ചേട്ടന് സങ്കടം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെയാണ് പ്രശ്നങ്ങൾ. ഒരുപാട് പേര് ഇവിടുന്ന് ജോലി നിർത്തി വേറെ വേറെ സ്ഥലങ്ങളിലേക്ക് വേറെ ജോലി അന്വേഷിച്ച് പോയിട്ടുണ്ട്. അതേപോലെ ഇവരുടെ മക്കളെ ആരെയും ഈ ഒരു ജോലി ചെയ്യാൻ വേണ്ടി കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി ആരും നിർബന്ധിക്കാറില്ല. കാരണം ഇങ്ങനെയൊക്കെയാണ് അവസ്ഥ. എങ്ങനെ ജീവിക്കും? ആ ചേട്ടനാണെങ്കിൽ ഒരുപാട് നേരെ സങ്കടം പറയുന്നു. പാവം തോന്നുന്നു. 6 ആഴ്ച ബില്ലിട്ടു. ഇനി ഒരു ബില്ലിന്റെ കാശ് കിട്ടിയിട്ടില്ല. നെയ്ത്തുകൂലി ഒരു സാരി ഞാൻ 3 ദിവസമുണ്ട്. 18 സാരി അവിടെ കൊടുത്തിട്ടുണ്ട്. എത്ര ദിവസമായി? ഇനി ഒരു ദിവസം കൂലി പോലെ എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ എന്താ ചെയ്യാ? ഇനി തരുമ്പോൾ ഒരാഴ്ചത്തെ കൂലി കിട്ടും. മൻമോഹൻ സിംഗ് ഗവൺമെന്റിന്റെ കാലത്താണ് ഇവർക്ക് മിനിമം വേജസ് കൊടുക്കാനുള്ള ഒരു ബില്ല് പാസ്സായത്. കുറച്ചു കാലം കിട്ടി. 2017 തൊട്ട് അതും പെൻഡിങ് ആണ്. ഇതുവരെയും പിന്നെ അത് കിട്ടിയിട്ടില്ല, മുടങ്ങിക്കിടക്കുക. അതേപോലെ മാസം 1000 രൂപ ഇൻസെന്റീവ്സ്, അതും കുറേ വർഷങ്ങളായിട്ട് ഇപ്പൊ കിട്ടാറില്ല. ഇപ്പൊ 10,000-2000 തറിയുണ്ടായിരുന്നു കുത്താമ്പള്ളി. ഇന്നിപ്പോ 100 120 ഉണ്ടാവും. 32,000 തറിയുണ്ടായിരുന്നതാ. ഇപ്പൊ പോയി അതൊക്കെ. ഇപ്പൊ പറഞ്ഞില്ലേ, ഇപ്പൊ എനിക്കിപ്പോ ഒരു ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം മുമ്പ് അധ്വാനിച്ച 200 രൂപ കിട്ടും. മതിയോ? ഇന്നത്തെ കാലത്ത് കാരണം ഒരു മമ്പണിക്ക് ഒരാൾ വന്ന അവൻ 800 ചോദിക്കും, 900 ചോദിക്കും, ഒരു ദിവസം 1000 ചോദിക്കും. ഭക്ഷണം വേറെ കൊടുക്കും. അവർ ചോദിച്ചൊക്കെ കൊടുക്കണം. നമ്മള് ശരിക്കും അധ്വാനിക്കും. നമുക്ക് കൂലിയില്ല. നെയ്ത്ത് തൊഴിലാളികളുടെ ക്ഷേമ പ്രവർത്തനത്തിനും അതേപോലെ നെയ്ത്ത് മേഖലയ്ക്കും വേണ്ടി 500 കോടി 1000 കോടിയൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് എന്നൊക്കെ പത്രത്തിൽ നമ്മൾ കാണാറുണ്ട്. പക്ഷെ അതൊന്നും ഇവരിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല എന്നാണ് ഈ ചേട്ടൻ പറയുന്നത്. നൂല് പോലും സമയത്ത് കിട്ടാറില്ല. നൂല് പോട്ടെ, കൂലി പോലും ഇവർക്ക് സമയത്ത് കിട്ടാറില്ല. ശരിക്കും പറഞ്ഞാൽ ഇത്രയും വർഷം പഴക്കമുള്ള ഈ ഒരു വ്യവസായം ഇവിടെ നശിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഇതിപ്പോ എന്റെ ഹാൻഡ് വർക്കാണ് മുഴുവൻ. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ തോന്നുന്നു കയ്യിൽ തന്നെ ഇങ്ങനെയൊക്കെ കുറച്ച് എണ്ണയൊക്കെ എടുത്തിട്ടാണ് ഓരോ ഡിസൈൻ. ഞാൻ ഓരോ സാരിക്കും ഓരോ ഡിസൈൻ ഉണ്ടാവും. എൻ്റെ ഒരു പാവല 6 സാരിയാണ് നമ്മൾ തീരുമാനിക്കുന്നതാണ്. അവർ പറയുന്നതാണോ? അല്ല, നമ്മൾ അവർക്ക് നന്നായിട്ടുള്ളത് നമ്മൾ കൊണ്ടുപോയി കൊടുത്ത് നന്നായിട്ടുണ്ടെങ്കിൽ ശരി തന്നെ മതി എന്ന് പറയും. അല്ലെങ്കിൽ
അല്ലെങ്കിൽ വേറെ മാറ്റി ഒരു തവണ കൊണ്ടുപോയി കൊടുത്താൽ മാറ്റാൻ പറയും. അല്ല ഇതിപ്പോ കൊണ്ടുപോയിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ബുദ്ധിമുട്ടാവില്ല. അല്ലല്ല, നമ്മൾ കാണിച്ചിട്ട് തന്നെ ഡിസൈൻ കാണിക്കും. നമ്മളിതൊക്കെ 19 കൊല്ലമായി തുടങ്ങിയിട്ട്. ആരെങ്കിലും കണ്ടാൽ ഇഷ്ടപ്പെട്ട ചുറ്റാനുള്ള നൂല ഇത് നേരത്തെ കണ്ടില്ലേ, ചെറിയൊരു ഇതിൽ ചുറ്റിയിട്ട് കഞ്ഞിവെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ട് നെയ്യാൻ വേണ്ടിയിട്ട് അതിനുള്ള നൂല ഇത്. അത് ഇതിൽ ഈ സംഭവത്തിൽ വെച്ചിട്ടാണ് ചുറ്റിയെടുക്കുന്നത്. ഇത് ഇവർ നെയ്യുന്ന സമയത്ത് ചുറ്റാൻ വേണ്ടി പുറത്തുനിന്ന് ആൾക്കാരെ കൂലിക്ക് വിളിക്കാറാ പതിവ്. ഒരു ദിവസം അവർക്ക് 150 രൂപ കൂലി കൊടുക്കണം ഇതൊന്ന് ചുറ്റിയെടുക്കുന്നതിന്. ആ കൂലിയും ഇവരുടെ കയ്യിൽ നിന്ന് തന്നെ കൊടുക്കണം. ഇതിലാണ് അടുത്ത ഡിസൈനുള്ള പാവ് സെറ്റ് ചെയ്തെടുക്കുന്നത്. നൂല് ഓൾറെഡി ഇതുപോലെ കെട്ടി വെച്ചിരിക്കും. നൂലെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഫ്രെയിമിൻ്റെ അകത്തോട് ഓരോ നൂലും കയറ്റുക എന്ന് പറഞ്ഞാൽ വലിയ പണിയാണ്. അതുകൊണ്ട് അടുത്ത ഡിസൈൻ ഓരോ നൂലും കെട്ടിയാണ് ഇവർ എടുക്കുന്നത്. ഒരു ദിവസത്തെ പണി അതും. അതിനും പുറത്ത് കൂലിക്ക് ആളെ വിളിച്ചിട്ട് 230 രൂപ ഒരു ദിവസത്തെ കൂലിയും കൊടുത്തിട്ടാണ് ഇവർ ചെയ്യിക്കുന്നത്. ആ കൂലിയുടെ പൈസയും ഇവരുടെ കയ്യിൽ നിന്ന് തന്നെയാണ് കൊടുക്കാറ്. ഇപ്പം മനസ്സിലായില്ലേ, 300-400 രൂപയ്ക്കൊക്കെ നമ്മൾ മാർക്കറ്റിൽ നിന്ന് കൈത്തറി ഹാൻഡ്ലൂം എന്നൊക്കെ പറഞ്ഞ് വാങ്ങിക്കുന്ന സാരി ഒന്നും ഒറിജിനൽ അല്ലാന്ന് മനസ്സിലായില്ലേ. ഒറിജിനൽ കൈത്തറിക്ക് നല്ല വിലയുണ്ട്, അതേപോലെ തന്നെ അതിന് ക്വാളിറ്റിയും ഉണ്ട്. ഇതേപോലുള്ള 2 തരം തറിയുണ്ട്, മേൽത്തറിയും കുഴിത്തറിയും. ഇത് മേൽത്തറിയാണ് കേട്ടോ. മേലെ തന്നെ ഇരുന്നിട്ട് ചെയ്യുന്ന തറിയാണ് മേൽത്തറി. കുഴിക്കകത്ത് ഇരുന്നിട്ട് ചെയ്യുന്ന ഒരു തറിയുണ്ട്, അതും കൂടി ഞാൻ കാണിച്ചു തരാം. അടുത്ത് തന്നെ ഒരു വീട്ടിൽ കുഴിത്തറി ഉണ്ടായിരുന്നു. നമ്മളിപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. കുഴിത്തറി ഇങ്ങനെ ഉണ്ടാവുക. ആ ചേട്ടൻ ഇരിക്കുന്നത് കാലൊക്കെ ഒരു കുഴിക്കകത്തുള്ള അതിൻ്റെ ആ ബാലൻസിങ് ചവിട്ടുന്ന സംഭവങ്ങളൊക്കെ ആ കുഴിയിലേക്കാണ് ഉള്ളത്. ബാക്കി തറി ഇതിൻ്റെ മുകളിലാണ് ഉള്ളത്. ഇത് കുഴിത്തറിയാണ്. ഇങ്ങനെ ഓരോ ഇതിൽ ഇങ്ങനെ വരുമ്പോൾ ഓരോ ചവിട്ടിന് ഓരോ ഡിസൈൻ ഇങ്ങനെ ഇതൊക്കെയാണ്. ജക്കാർഡ് ഡിസൈൻ ഇവരോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുകളിൽ കണ്ടൊരു പേപ്പർ ഇങ്ങനെ അനങ്ങി പോകുന്നത്. പേപ്പറല്ല, അത് ഡിസൈനാണ്. അതുവഴിയാണ് ജക്കാർഡ് ഡിസൈനായി വരിക. ജക്കാർഡ് ഡിസൈൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഈ സാരി കണ്ടോ, പട്ടുസാരി ഇത്. ഇതിൻ്റെ ഈ ബോർഡർ മുന്താണി അതിൽ കാണുന്ന ഡിസൈനാണ് ജക്കാർഡ് ഡിസൈൻ. നൂലിൽ തന്നെ നെയ്ത് വരുന്ന ഡിസൈൻ. ഇത് ഞാൻ ശരിക്കും ചെയ്യുകയാണെങ്കിൽ 2 ദിവസം ആവും. അങ്ങനെയല്ല, ഒരു പാലിന് ഇതൊക്കെ എത്രയ്ക്കായിരിക്കും അവര്? ഇത് 2500 രൂപ കൊണ്ട് സാധിക്കും. ഇത് ഉള്ളിൽ ഇങ്ങനെ നൂല് കാണും, ഡിസൈൻ ഇങ്ങനെ കാണും. കുത്താമ്പള്ളിയെ പറ്റിയിട്ടുള്ള ആദ്യത്തെ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 2 നാളെ തന്നെ വൈകുന്നേരം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. മറക്കാതെ അതും കാണണം കേട്ടോ. അതിൽ കുത്താമ്പള്ളിയിലുള്ള ഷോപ്പുകളെ പറ്റിയിട്ടും ഇവിടെ നമ്മൾ പുറത്തുനിന്നൊക്കെ വന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന കുറേ ബെനിഫിറ്റ് ഉണ്ട്, അതിനെ പറ്റിയിട്ടും 150 രൂപ മുതൽ ലക്ഷങ്ങൾ വിലയുള്ള പ്രൊഡക്റ്റുകളെ പറ്റിയിട്ടും പുറത്ത് ബൊട്ടീക്കിലേക്കൊക്കെ ചെയ്ത് കൊടുക്കുന്ന സാരികൾ, അതായത് ബ്രൈഡൽ വേഴ്സ് ഉണ്ട്, സ്വർണ്ണ നൂലിൽ ചെയ്തെടുത്ത സാരികളുണ്ട്, അതേപോലെ തന്നെ തിരുവിതാംകൂർ തമ്പുരാട്ടിമാർക്ക് ചെയ്ത് കൊടുത്ത ഡിസൈൻസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അടുത്ത വ്ളോഗിൽ അടുത്ത പാർട്ട് 2 ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ചെയ്ത് കൊടുക്കുന്ന ഷോപ്പിൽ കയറി നമ്മൾ കുറേ നേരം ഇരുന്ന് സംസാരിച്ച് കളക്ട് ചെയ്ത കാര്യങ്ങളാണ് കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ബൊട്ടിക്കൊക്കെ തുടങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഓൺലൈൻ സ്റ്റോറൊക്കെ തുടങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഒത്തിരി ഉപകാരപ്രദമായിരിക്കും. ഇപ്പോൾ എടുക്കുന്ന ഈ സാരി കണ്ടോ, ഇത് പൂർണ്ണിമ ഇന്ദ്രജിത്തിൻ്റെ പ്രാണ ബൊട്ടിക്കിലേക്ക് വേണ്ടിയിട്ട് ഇവർ ചെയ്തു കൊടുത്തൊരു ഡിസൈനാണ്. അതിൻ്റെ ഒരു പീസാണ് ഈ സാരി. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ഡിസൈൻസും ഹൈ ക്വാളിറ്റി സംഭവങ്ങളും ഒക്കെ നമ്മൾ പറയുന്ന പോലെ ഇവർ ചെയ്തു തരും. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.